ഈ വരുന്ന മാർച്ച് 16-ന് നിങ്ങൾ റെയിൽവേ പരീക്ഷാ ഹാളിലേക്ക് നടന്നു കയറുന്നത് ജയിക്കാൻ വേണ്ടിയാണോ? എങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കേരളത്തിലെ 90% കുട്ടികളും പരാജയപ്പെടാൻ പോവുകയാണ്. ഇത് ഞാൻ നിങ്ങളെ തളർത്താൻ വേണ്ടി വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് ഗവൺമെന്റ് എക്സാം ആസ്പിറൻസിനെ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ കണ്ട സത്യമാണ് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ കുട്ടികൾ തോൽക്കുന്നതിന്റെ കാരണം അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ തെറ്റായ വഴിയിലൂടെ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. മണിക്കൂറുകളോളം ഇരുന്ന് പഠിച്ചിട്ടും എല്ലാ നോട്ട്സും എഴുതിയിട്ടും എന്തുകൊണ്ടാണ് പരീക്ഷാ ഹാളിൽ നമ്മൾ പതറിപ്പോകുന്നത്? PSC പരീക്ഷകളിൽ റാങ്ക് ഒക്കെ വാങ്ങിക്കുന്നവർ വരെ റെയിൽവേയുടെ കട്ട് ഓഫിന് താഴെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ രഹസ്യം ആരും നിങ്ങളോട് പറയുന്നില്ല. ഈ പരീക്ഷ നിങ്ങളുടെ അവസാനത്തെ അവസരമാണ് എന്ന് വിചാരിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ 90% നിന്ന് മാറി വിജയത്തിന്റെ 10% നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് തുടങ്ങാം. ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് കേരളത്തിലെ 90% കുട്ടികളും പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം, ദ PSC ട്രാപ്പ്. PSCയിൽ നമ്മൾ ശീലിച്ച ഒരു രീതിയുണ്ട്. പരമാവധി ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യുക, എന്നിട്ട് നമുക്ക് അത്ര ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യൻസ് കുറച്ച് റിസ്ക് എടുത്ത് ലാസ്റ്റ് മാർക്ക് ചെയ്യുക. എന്നാൽ റെയിൽവേ എക്സാംസിൽ ഈ ഒരു ശീലം നിങ്ങളുടെ റിസൾട്ടിനെ തകർത്ത് കളയും. പലരും ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, പരീക്ഷയുടെ അവസാനത്തെ മിനിറ്റുകളിൽ കയ്യിലുള്ള മാർക്ക് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അത്ര ഉറപ്പില്ലാത്ത ഒരു 10-15 ക്വസ്റ്റ്യൻസ് അങ്ങ് കയറി മാർക്ക് ചെയ്ത് കളയും. നിങ്ങൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരു 3 ഒക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് കൂടും എന്നാണ്. പക്ഷേ റെയിൽവേ എക്സാമിൽ അത് നടക്കില്ല. കാരണം ഇവിടെ നോർമലൈസേഷൻ പ്ലേ ചെയ്യുന്നുണ്ട്. റെയിൽവേ എക്സാമുകളിൽ പല ഷിഫ്റ്റുകൾ ഉണ്ടാകും. ചിലപ്പോൾ അതിൽ ഒരു ഷിഫ്റ്റ് ഈസി ആയിരിക്കും, മറ്റൊരു ഷിഫ്റ്റ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മാർക്സിനെ നോർമലൈസ് ചെയ്യുന്നു. ഇതാണ് പലർക്കും സ്കോർ താഴേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റെയിൽവേയുടെ ആൽഗരിതം നിങ്ങളുടെ ആക്യുറസിയുടെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് നോക്കുന്നുണ്ട്. സോ ഓരോ ഷിഫ്റ്റ് മാറുമ്പോഴും നിങ്ങളുടെ ആക്യുറസി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലൈസേഷൻ നിങ്ങളുടെ സ്കോറിനെ താഴേക്ക് വലിച്ചിടും. ഒരേ ഷിഫ്റ്റിൽ ഒരേ മാർക്ക് ലഭിച്ച 2 പേരിൽ തെറ്റുകൾ കുറവുള്ള ആൾക്കാണ് നോർമലൈസേഷൻ വഴി കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: ഡോണ്ട് പ്ലേ ദ ഗെസ്സിംഗ് ഗെയിം. നിങ്ങൾ ഒരു 75 ക്വസ്റ്റ്യൻസ് 100% അക്യുറസിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 90 ക്വസ്റ്റ്യൻസ് ചെയ്ത് 15 തെറ്റിക്കുന്നതിനേക്കാളും സേഫാണ്. അനാവശ്യമായിട്ടുള്ള റിസ്ക് എടുക്കുന്നത് നിങ്ങളുടെ റാങ്കിന്റെ പ്ലേസ് തന്നെ മാറ്റിക്കളയും. അപ്പോൾ റെയിൽവേ എക്സാമിലെ റൈറ്റ് സ്ട്രാറ്റജി എന്താണ്? ബ്ലൈൻഡ് അറ്റംപ്റ്റ് അല്ല, അതേസമയം സ്ലോ മൂവിങ്ങും അല്ല, ദ റൈറ്റ് ബാലൻസ്. പക്ഷേ പലരും ചോദിക്കാറുണ്ട്, 120 ചോദ്യങ്ങൾ എങ്ങനെ വെറും 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്. സത്യം പറഞ്ഞാൽ റെയിൽവേ പരീക്ഷകളുടെ ഒരു പാറ്റേൺ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. കഴിഞ്ഞ വർഷത്തെ, അതായത് 2025-ലെ 48 RRB NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിലും ഇവയിലൊക്കെ ചോദിക്കുന്ന ലോജിക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ലോജിക്കുകളാണ്. അപ്പൊ ഇത്തരത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന പാറ്റേൺസ് വെറും 5 സെക്കൻഡ് കൊണ്ട് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നൊരു സീരീസ് നമ്മുടെ ചാനലിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഈ കാണുന്ന ഐ ബട്ടണിൽ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് കുറെ ട്രിക്കുകൾ പറയല്ല, അതിന് പകരം ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ക്വസ്റ്റ്യൻസിൽ ഈ ട്രിക്കുകൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രധാന കാരണത്തിലേക്ക് കടക്കാം. ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോൾവിങ്, രണ്ടാമത്തെ വലിയ തെറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻസിനെ പോലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓവർ കോംപ്ലിക്കേറ്റഡ് സോൾവിങ് എന്ന് പറയുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ മാത്സിൽ നല്ല കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പക്ഷെ എക്സാം ഹാളിൽ നിങ്ങളുടെ കോൺസെപ്ച്വൽ നോളജും തിയറിറ്റിക്കൽ നോളജും ഷോ ഓഫ് ചെയ്യാനുള്ള ഒരു അവസരമല്ല. അവിടെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ പല സ്റ്റുഡൻസും ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ
അതിൽ ഫുൾ മെത്തേഡും ഒന്ന് എഴുതി നോക്കും, അല്ലെങ്കിൽ ഫോർമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. അങ്ങനെ ലോങ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിലൂടെയാണ് അവർ ഉത്തരത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊരു സ്കൂൾ എക്സാം അല്ല, കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ എക്സാം സെറ്റ് ചെയ്യുന്ന ആൾക്ക് നിങ്ങളുടെ കോൺസെപ്ച്വൽ നോളേജ് എത്രയുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതല്ല അയാളുടെ ഒബ്ജക്റ്റീവ്. പകരം നിങ്ങളുടെ സ്ട്രാറ്റജിയും സ്പീഡുമാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. പല ക്വസ്റ്റ്യൻസിനും ഡയറക്റ്റ് സൊല്യൂഷൻ്റെ ആവശ്യം പോലും ഇല്ല. ഓപ്ഷൻസ് എലിമിനേഷനിലൂടെയും അപ്രോക്സിമേഷനിലൂടെയും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും. പക്ഷേ പല വിദ്യാർത്ഥികളും അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ അതിൻ്റെ റീസൺ ചിലപ്പം അവർ വിചാരിക്കുന്നുണ്ടാവും ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ട്സിലൂടെ സോൾവ് ചെയ്യുന്നത് മേ ബി ഒരു ചെറിയ ചീറ്റിംഗ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ലെറ്റ് മീ ടെൽ യു സംതിങ്, ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്പർ 1 സ്മാർട്ട് മൂവ്. കാരണം ടൈം സേവ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സക്സസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാരണം, പരാജയപ്പെടുന്ന 90% പേരും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം മോക്ക് ടെസ്റ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പലരും മാസങ്ങളോളം വീഡിയോകൾ കണ്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം വീട്ടിലിരുന്ന് പഠിക്കുന്നു. പക്ഷെ ഒരു പരീക്ഷ പോലും ഇവർ വീട്ടിലിരുന്ന് എഴുതി നോക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാം ഇപ്പോൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് നേരെ എക്സാം ഹാളിൽ ചെന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലേ? എന്നാൽ റെയിൽവേ എക്സാം പോലെ ഒരുപാട് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷയിൽ ഇത് സൂയിസൈഡലാണ്. മോക്ക് ടെസ്റ്റ് എഴുതാതെ പരീക്ഷയ്ക്ക് പോകുന്നത് ഒരു ഗണ്ണ് ഒരു തവണ പോലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാതെ നേരെ യുദ്ധഭൂമിയിലേക്ക് പോകുന്നതിന് ഈക്വലന്റ് ആണ്. പരീക്ഷാ ഹാളിൽ വെച്ചിട്ടല്ല നിങ്ങൾ എക്സാം എഴുതാൻ പഠിക്കേണ്ടത്, അവിടെ നിങ്ങൾ പെർഫോം ചെയ്യാണ് വേണ്ടത്. മോക്ക് ടെസ്റ്റുകൾ വെറും ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടെത്തി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല വരുന്നത്. മോക്ക് ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് പ്രഷർ ഹാൻഡ്ലിംഗ്. എക്സാം ഹാളിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലെ ടൈമർ ഓൺ ആവുന്ന സമയത്ത് നിങ്ങളുടെ കൈ വിറയ്ക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എടുത്തേ തീരും. ഇനി മോക്ക് ടെസ്റ്റുകളിലൂടെ മാത്രം ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്ന ഡിസിഷൻ എടുക്കാനുള്ള കേപ്പബിലിറ്റി. ഒരു കാര്യം ഓർക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും ഒരു എക്സാമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളതല്ല. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ട് ആദ്യത്തെ 10 സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ ഇത് ചെയ്യണോ അതോ സ്കിപ്പ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. അത് മോക്ക് ടെസ്റ്റുകളിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ബ്രെയിനിൻ്റെ സ്റ്റാമിനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 90 മിനിറ്റും ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യണം. അതിനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് മോക്ക് ടെസ്റ്റുകൾ. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ പഠിച്ച് സമയം വേസ്റ്റ് ആക്കാതെ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് റെയിൽവേ എക്സാമിൻ്റെ ലോജിക്കുകളെ പറ്റിയിട്ടാണ്. അതായത് നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെ ഒഴിവാക്കണം, ഷോർട്ട് കട്ട്സിലൂടെ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വീഡിയോ കണ്ടിരിക്കുന്നവരിൽ ഒത്തിരി പേര് പലരും പല വർഷങ്ങളായിട്ട് ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിന് പിന്നാലെ ഓടുന്നവരായിരിക്കും. പല രാത്രികളിലും ഉറക്കം പോലും ഇല്ലാതെ നിങ്ങളുടെ വീട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെയും നെയ്ബേഴ്സിൻ്റെയും ഒക്കെ കളിയാക്കലുകളും നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകും ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് വരെ, അല്ലേ? ഞാൻ തുടക്കത്തിൽ 90% പേരും പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ബാക്കി വരുന്ന 10%-ൽ നിങ്ങൾ ഒരു ആള് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ പുസ്തകങ്ങൾക്കും പുതിയ വീഡിയോകൾക്കും ഒക്കെ പുറകെ പോകാതെ നിങ്ങളുടെ തന്നെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. ഓർക്കുക, നിങ്ങൾ പരാജയപ്പെടാൻ വേണ്ടി ജനിച്ചവരല്ല. ഈ മാർച്ച് 16 നിങ്ങളുടെ ജീവിതം തന്നെ മാറുന്ന ദിവസങ്ങളുടെ തുടക്കമാവട്ടെ. പരീക്ഷാ ഹാള് വിട്ട് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തു, അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസോടെ പറയാൻ പറ്റട്ടെ. നമ്മൾ പറഞ്ഞ ആ കട്ട് ഓഫ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും വന്ന് കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അതിൽ നിങ്ങളുടെ പേരും ഉണ്ടാവട്ടെ. എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ട് നല്ല വിജയ വാർത്തയുമായിട്ട് വരിക. നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. ജയിച്ചു വരും.